വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ശബരിമലയിലെ നിയമനിർമ്മാണമാണ് പ്രധാന വാഗ്ദാനമെന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രധാന വിഷയം വിശ്വാസം തന്നെയെന്ന് പ്രഖ്യാപിച്ച ബിജെപിയും. ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്കെന്നതാവും പ്രധാന അജണ്ട. അധികാരത്തിലെത്തിയാൽ UP മോഡൽ ലവ് ജിഹാദ് വിരുദ്ധ നിയമം കൊണ്ടുവരുമെന്നും സംസ്ഥാന അധ്യക്ഷൻ മറ്റൊരു പ്രഖ്യാപനം. ശബരിമല തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായി നിലനിൽക്കും. UDFന്റെ ശബരിമല മേൽക്കൈ മറികടക്കാൻ കടുത്ത നിലപാടുമായി BJP രംഗത്തുണ്ട്. TG സജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, ഈ UDF ശബരിമല വിഷയം പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ തന്നെയാണ് BJPയും ശബരിമല ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയം എന്ന രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം K. സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കുകയും കഴിഞ്ഞു. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല കൃത്യമായ ഒരു പ്രചാരണ വിഷയമായി മാറുമെന്ന് വ്യക്തമല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പ് രംഗത്ത് ശബരിമല പ്രധാന വിഷയമായി കഴിഞ്ഞു. കാരണം അതിൽ UDF ഈ വിഷയത്തിൽ ഒരു അപ്രതീക്ഷിത നീക്കം തുടക്കം മുതൽ തന്നെ നടത്തി എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ശ്രദ്ധേയമാക്കുന്നത്. കാരണം ശബരിമല വിഷയത്തിന് കാര്യമായ പ്രസക്തി ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ ഇത് ഉയർത്തിക്കൊണ്ടുവന്നത് വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന വിമർശനം ഇതിനകം തന്നെ UDF പഴികേൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കോടതിയുടെ പരിഗണനയിലാണ് തുടങ്ങിയ വാദങ്ങൾ ഉയർത്തിയാണ് ഇക്കാര്യത്തിൽ BJP ആവും ഒപ്പം തന്നെ CP നേതൃത്വമൊക്കെ തുടക്കം മുതൽ നിലപാടെടുത്തിരുന്നത്. പക്ഷേ ഈ വിഷയം ശക്തമായി തന്നെ UDF തുടക്കം മുതൽ ഉന്നയിക്കുകയായിരുന്നു. അതിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം, കോൺഗ്രസിന്റെ പ്രചരണ സമിതിയുടെ അധ്യക്ഷനായി വന്ന ഉമ്മൻചാണ്ടി തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നീക്കം തുടർച്ചയായി നടത്തി. അത് മുഖ്യമന്ത്രിക്ക് കത്തയച്ചുകൊണ്ടായിരുന്നു ആദ്യം ഒരു നീക്കം ഇത്തരത്തിലുണ്ടായത്. അതായത് ബദൽ നിയമനിർമ്മാണം എന്ന സാധ്യത തേടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തയച്ചത്. തുടർച്ചയായി പല വേദികളിലും UDF ഇത് ഉന്നയിക്കപ്പെട്ടു. UDF ഏറ്റവും ഒടുവിൽ ഇതിന്റെ UDF അധികാരത്തിലെത്തിയാൽ അവതരിപ്പിക്കാൻ പോകുന്ന കരട് ബില്ലടക്കം പുറത്തുവിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം UDF നടത്തുകയും ചെയ്തു. ഇതോടുകൂടി ഇതിന്റെ ഒരു സ്പേസ് നഷ്ടപ്പെട്ടത് യഥാർത്ഥത്തിൽ BJPക്കാണ്. കാരണം വിശ്വാസ വിഷയങ്ങളിലൊക്കെ പതിവ് രീതിയിൽ പ്രചരണം നടത്താറുള്ള BJP പക്ഷേ ഈ ശബരിമല വിഷയത്തിൽ ഇക്കാര്യത്തിൽ പിന്നിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് മറികടക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ BJP ക്യാമ്പിൽ നിന്നും ഉണ്ടാവുന്നത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, UDFന്റെ വാദങ്ങൾക്ക് ആത്മാർത്ഥതയില്ല. കാരണം ശബരിമല സമരകാലമൊക്കെയാണ് ഈ വിഷയത്തിൽ BJP ചർച്ചയാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ശബരിമല സമരകാലത്തൊന്നും കോൺഗ്രസ് നേതാക്കളോ UDF നേതാക്കളോ പ്രതികളായില്ല. ഇതിൽ മുഴുവൻ BJPയും സംഘപരിവാർ സംഘടനാ പ്രവർത്തകരുമാണ് ഇക്കാര്യത്തിൽ അന്ന് പോലീസ് കേസുകളിലടക്കം കുടുങ്ങിയത്. അതിലൊന്നും അന്ന് കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവകാശവാദങ്ങൾക്ക് ഒരു കഴമ്പുമില്ല. ഇതാണ് ഒരു വാദം. മറ്റൊന്ന്, നേരത്തെ ഈ കോൺഗ്രസും UDFും കരട് ബില്ല് സാധ്യതകളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ ഒന്നും മറികടക്കുന്ന രീതിയിൽ, അതായത് BJP അധികാരത്തിലെത്തിയാൽ ദേവസ്വം ബോർഡുകൾ തന്നെ പിരിച്ചുവിടും എന്നൊരു നിലപാടാണ് ഇക്കാര്യത്തിൽ BJP സ്വീകരിച്ചിരിക്കുന്നത്. വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കും എന്ന തരത്തിലേക്ക് BJPയും നിലപാടെടുത്തിട്ടുണ്ട്. അതായത് ശബരിമല വിഷയത്തിൽ അതിന്റെ വിവിധ വാദഗതികൾ ഉപയോഗിച്ചുകൊണ്ട് BJPയും UDFും കളം നിറയ്ക്കാൻ ശ്രമിക്കുകയാണ്. ശബരിമല തന്നെ മുഖ്യ വിഷയമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതാണ് സാഹചര്യം. നമുക്ക് മറ്റൊന്നുകൂടി പറയാം. അതായത് പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്ര അത് മലബാറിൽ നിന്ന് ആരംഭിച്ചതാണ്, കാസർഗോഡിൽ നിന്ന് ആരംഭിച്ചതാണ്. അത് അവിടുന്ന് വരുമ്പോൾ തന്നെ ഈ ശബരിമല ഒരു ചർച്ചയായി നിലനിർത്തുന്നുണ്ടായിരുന്നു. പക്ഷേ മധ്യകേരളത്തിലേക്ക് അടുക്കുന്നതോടുകൂടി ഈ കേരള യാത്ര പരിപാടി മധ്യകേരളത്തിലേക്ക് വരുന്നതോടുകൂടി ശബരിമല മുഖ്യ വിഷയമായി ഇനിയും ഏറ്റെടുക്കും എന്നതാണ് സാഹചര്യം. അതായത് നമ്മളിപ്പോൾ കാണുന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ല, കൂടുതൽ ശക്തമായ കൂടുതൽ കടുത്ത നീക്കങ്ങൾ ശബരിമല വിശ്വാസ വിഷയത്തിൽ ഊന്നി UDFും നടത്തും എന്ന് വ്യക്തമാണ്. സ്വാഭാവികമായി UDF ഇത്തരം ഒരു നിലപാടെടുത്താൽ BJPക്ക് അതിന് മുകളിലൊരു നിലപാടെടുക്കണമെന്നതാണ് അവരുടെ സാഹചര്യം. അതുകൊണ്ട് മുന്നിൽ കണ്ടുകൂടിയാണ് BJPയും ഇത്തരമൊരു നീക്കം നടത്തുന്നത്. അടുത്ത ദിവസം തന്നെ ഈ K. സുരേന്ദ്രന്റെ BJP സംസ്ഥാന അധ്യക്ഷന്റെ കേരള യാത്ര ആരംഭിക്കുകയാണ്. വിജയ് യാത്ര എന്ന് പേരിട്ട കേരള യാത്ര. സ്വാഭാവികമായും ഈ വിശ്വാസ വിഷയങ്ങൾ ഊന്നിൽ നൽകിക്കൊണ്ടുള്ള പുതിയ നീക്കങ്ങൾ സ്വാഭാവികമായും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ശബരിമല വിശ്വാസ വിഷയങ്ങൾ തന്നെ പ്രചരണത്തിന്റെ ആദ്യ നാളുകളിൽ കളം പിടിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും സൈത് നേരത്തെ സൂചിപ്പിച്ച പോലെ നിയമനിർമ്മാണമാണ് അധികാരത്തിൽ വന്നാൽ നിയമനിർമ്മാണം നടത്തുമെന്നാണ് UDF ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ഐശ്വര്യ കേരള യാത്രയിലടക്കം ഈ ശബരിമല വിഷയം പ്രചാരണ വിഷയമാക്കാനും അവർ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായും സജിത്ത് സൂചിപ്പിച്ച പോലെ മധ്യകേരളത്തിലേക്ക് എത്തുമ്പോൾ തന്നെ അവർ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമായി ശബരിമല ഉയർത്തിക്കാട്ടാനും ശ്രമിക്കും. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിനോടെല്ലാം അടുക്കുമ്പോൾ തന്നെ വിശ്വാസ വിഷയം BJP ഉയർത്തിക്കൊണ്ടുവരുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിന് ഒരു മുഴം മുമ്പേ എറിഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ ശബരിമല വിഷയം പ്രചാരണ വിഷയമാക്കുന്നതിനെല്ലാം നമ്മൾ കണ്ടത്. എന്നാൽ നിലവിൽ സജിത്തിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോൺഗ്രസ് എന്തായാലും അധികാരത്തിൽ വരികയാണെങ്കിൽ ശബരിമല വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തും എന്ന് വ്യക്തമാക്കുന്നു. ഇതാണ് പ്രധാന വാഗ്ദാനമെന്നും കോൺഗ്രസ് വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ തന്നെയാണ് BJPയും
ശബരിമല തന്നെയാണ് പ്രധാന വിഷയമെന്ന BJPയും ഇവിടെ വ്യക്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രൻ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. എങ്ങനെയാണ് കാണേണ്ടത്? കോൺഗ്രസിനും ഒരു പടി കൂടി കടന്ന BJPയുടെ നീക്കങ്ങൾ അങ്ങനെ വിലയിരുത്തണോ? ഇല്ല, ഇത് പൊളിറ്റിക്കലായിട്ട് കൂട്ടിക്കുറയ്ക്കേണ്ട കാര്യമില്ല. ഇതിനകത്ത് ദീർഘകാലമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നിൽക്കുന്ന ഒരു കീഴ്വഴക്കത്തെ ഈ ഒരു കോടതി വിധി വന്ന് ആ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ശ്രമിച്ചതിൽ നിന്ന് ആ ഗവൺമെന്റ് പിന്നീട് പുറകോട്ട് പോകേണ്ടി വന്നു. ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ചീഫ് മിനിസ്റ്റർ തന്നെ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ ഒരു കോൺസെൻസസിന് വേണ്ടി എല്ലാവരെയും കൂടി വിളിച്ചു കൂട്ടുകയാണെന്ന്. കോൺസെൻസസിനെ വിളിച്ചു കൂട്ടുന്നത് ആത്മാർത്ഥകരമായ രൂപത്തിലാണെന്ന് ഒരിക്കൽ അന്നേ ചെയ്യാമായിരുന്നു. ആദ്യത്തെ വിധി വന്നപ്പോൾ തന്നെ ചെയ്യാമായിരുന്നു. ആദ്യത്തെ വിധി വന്നപ്പോൾ ഒന്നും ഉണ്ടായില്ല. ലോകം മുഴുവൻ കത്തിക്കാളുന്ന രൂപത്തിലേക്ക് വന്നപ്പോഴും കൈയും കെട്ടിയിരിക്കുകയായിരുന്നു. ആ നിലപാട് വന്നതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഇതിനൊരു പ്രതിവിധി ഉണ്ടാകണമെന്നുള്ള ഒരു ചിന്തയിലോട്ട് വന്നത്. ആ ചിന്ത യഥാർത്ഥത്തിൽ കറക്റ്റാണ് എന്ന് ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരുപോലെ അംഗീകരിക്കുകയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ UDF ഇതിനോടകം തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ശബരിമല പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായി നിയമനിർമ്മാണം അധികാരത്തിൽ വന്നാൽ നടത്തുമെന്നെല്ലാം UDF വ്യക്തമാക്കി കഴിയുന്ന സാഹചര്യമുണ്ട്. BJPയും സമാനമായ നിലപാട് സ്വീകരിക്കുന്നു. ശബരിമല വിഷയത്തിൽ കൃത്യമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. വിശ്വാസം തന്നെ ശബരിമല വിഷയം തന്നെ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി ഉയർത്തിക്കാട്ടുമെന്നെല്ലാം അവർ പറയുമ്പോഴും ഈ സർക്കാരിനെതിരെ ഉയർത്തിയ സ്വർണ്ണക്കടത്ത് അടക്കമുള്ള ആരോപണങ്ങൾ ഇങ്ങനെ ഈ BJPയും കോൺഗ്രസും എല്ലാം തന്നെ ശബരിമല വിഷയം ഉയർത്തിക്കാട്ടുമ്പോൾ ഇതെല്ലാം തന്നെ ഇതിനിടയിൽ മുങ്ങിപ്പോകാൻ ഇടയില്ലേ? അതൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറുകയില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അതൊരു തട്ടിപ്പ് കേസാണ്. തട്ടിപ്പിന് അധികാരികൾ കൂട്ടുനിന്ന കേസാണ്. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. അതിന് ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ ഒരുപോലെ വിഷമിക്കരുത്. അങ്ങനെ രണ്ടിനെയും കൂടി എങ്ങനെയാണ് നമ്മൾ ഒരേ നഖത്തിൽ നമുക്ക് കൂട്ടാൻ കഴിയുക? രണ്ടിനും. അപ്പൊ അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള രൂപത്തിൽ പോകട്ടെ ഞങ്ങളുടെ സ്റ്റാൻഡ്. ശരി, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. താങ്കൾ പറയുന്നത് കൃത്യമായി കേൾക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, ഈ UDF നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന വാഗ്ദാനത്തെ എങ്ങനെയാണ് സ്വാഭാവികമായും BJP ഇനി പ്രതിരോധിക്കുക? പ്രത്യേകിച്ചും കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ ഉണ്ടായിട്ട് പോലും നിയമനിർമ്മാണത്തിന് ഇതുവരെയും അവർ ശ്രമിച്ചില്ല എന്ന ആരോപണമെല്ലാം കോൺഗ്രസ് നേതാക്കളും UDFും എല്ലാം ഇതിനോടകം മുന്നോട്ട് വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ഘട്ടത്തിൽ കൂടി കോൺഗ്രസിന്റെ ഈ നീക്കങ്ങളെ BJP വിശ്വാസമാണ് പ്രധാന വിഷയമെന്ന് ഉയർത്തിക്കാട്ടുമ്പോഴും നിയമനിർമ്മാണം നടത്തുമെന്ന UDFിന്റെ നീക്കത്തെ എങ്ങനെയാകും സ്വാഭാവികമായും BJP ഇനി പ്രതിരോധിക്കുക? ഈ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയം ശബരിമല വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ തന്നെ അക്കാര്യത്തിൽ ഇനി മുന്നോട്ട് ചില നിലപാടുകളും പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനും അടുത്ത നിലപാട് സ്വീകരിക്കാനും ചില സാങ്കേതിക തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതൊരു രാഷ്ട്രീയ സാധ്യതയായി കോൺഗ്രസ് UDF മാറ്റുന്നു എന്നതാണ് നിലവിലെ സാഹചര്യം. അതാണ് നിയമനിർമ്മാണം നടത്തും അല്ലെങ്കിൽ ബദൽ നിയമനിർമ്മാണ സാധ്യതകളുണ്ട്, അതിന് പ്രൊവിഷനുണ്ട്, വിശ്വാസ വിഷയങ്ങളിൽ സംസ്ഥാനത്തിന് അധികാരമുണ്ട് നിയമനിർമ്മാണം നടത്താൻ തുടങ്ങിയ വാദങ്ങൾ ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് ഇത്തരം നിയമനിർമ്മാണ സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എന്തുകൊണ്ട് പ്രയോജനപ്പെടുത്തിയില്ല. സംസ്ഥാന സർക്കാരും തുടക്കം മുതൽ വിശ്വാസികൾക്ക് വിശ്വാസവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു, ആ നിലപാടുകൾ തുടരുന്നു. ഈ വാദം കോൺഗ്രസ് ഉയർന്നതിന് കാര്യം രണ്ട് തരത്തിൽ, അതായത് BJPയെയും CPM നേതൃത്വത്തെയും കടന്നാക്രമിക്കുന്ന നിലപാടുകൾ ഈ വിഷയത്തിൽ ശബരിമല വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അതിലൊന്ന് CPM സ്ത്രീ പ്രവേശന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം. ഇത് ആവർത്തിച്ച് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആവശ്യമാണ്. പക്ഷേ CPM ഇതിന് പിടികൊടുത്തിട്ടില്ല. അതായത് ഈ വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ടതില്ല എന്ന നിലപാടാണ് എടുത്തത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും സമാനമായ ചോദ്യമുണ്ടായപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ഇക്കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ടതില്ല, മാത്രമല്ല സംസ്ഥാന സർക്കാരിന് മടങ്ങിയെത്താം. ഇപ്പോൾ BJP നേതാവ് JR പത്മകുമാർ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ പത്മകുമാർ, എന്തായാലും വിശ്വാസ സംരക്ഷണം തന്നെയായിരിക്കുമോ ഇക്കുറിയും BJP ഉയർത്തുന്ന പ്രധാന പ്രചാരണ വിഷയം? വിശ്വാസ സംരക്ഷണം ഇക്കുറി BJP എടുക്കുന്ന ഒരു നിലപാടല്ല, എക്കാലത്തെയും BJPയുടെ നിലപാട് തന്നെയാണ്. വിശ്വാസ സംരക്ഷിക്കണം. എല്ലാ മതങ്ങളുടെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അത് അനുഷ്ഠിക്കുന്നതിനും ആചരിക്കുന്നതിനും അവർക്ക് സ്വാതന്ത്ര്യം വേണം. അതിൽ മതേതര സർക്കാരുകൾ ഇടപെടേണ്ട കാര്യമില്ല. അവർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭരണഘടന നൽകുന്ന ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള ഒരു അവകാശമുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില സമുദായങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുകയും സമൂഹത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കുകയും മറ്റു പല പ്രീണനം കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. അപ്പോൾ അത് പാടില്ല എന്നുള്ളതാണ്. വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ഈ കാര്യത്തിലുള്ളത്. വിശ്വാസ സംരക്ഷണം എക്കാലത്തെയും BJPയുടെ നിലപാട് തന്നെയാണ്.
ഒരു കാര്യം കൂടി, എന്തായാലും നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ UDF വ്യക്തമാക്കിയിരിക്കുന്നത്. അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഇതിനെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് UDF പറഞ്ഞുകൊണ്ട് അത് പ്രധാന വിഷയമാക്കി അവർ മുന്നോട്ട് പോവുകയാണ്. ഐശ്വര്യ കേരള യാത്രയിലടക്കം അത് അവർ ഉയർത്തിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. BJPയും എന്തായാലും വിശ്വാസ സംരക്ഷണം തന്നെയാണ് പ്രധാന വിഷയമാക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുക ഇതുതന്നെയായിരിക്കുമല്ലോ, കേന്ദ്രത്തിൽ BJP അധികാരത്തിലുണ്ടായിട്ടും കൃത്യമായ ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാനോ കൃത്യമായ ഒരു സംഭവം ഉണ്ടാക്കാനോ ഇതിൽ BJPക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇങ്ങനെ നിയമനിർമ്മാണവുമായി മുന്നോട്ട് പോകുമ്പോൾ BJP സ്വാഭാവികമായും എങ്ങനെയായിരിക്കും അതിനെ പ്രതിരോധിക്കുക? അത് കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയുവാനുള്ള കഴിവുണ്ട്. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോ കേന്ദ്രത്തിൽ BJP ആണ്, NDA ആണ് ഭരണത്തിലിരിക്കുന്നത്. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിയമനിർമ്മാണം നടത്തും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? സംസ്ഥാന ഗവൺമെന്റാണ് നിയമനിർമ്മാണം നടത്തേണ്ടത് എന്ന് ഒരിക്കൽ കൂടി പറയല്ലേ? ഈ ആചാര ലംഘനം നടത്തിയ സമയത്ത് അന്ന് UDFന്റെ നിലപാട് എന്തായിരുന്നു? കേന്ദ്രം നിയമം പാസ്സാക്കണമെന്നായിരുന്നു. ഇപ്പോ ഐശ്വര്യ കേരള യാത്രയുമായി വരുമ്പോ UDF പറയുന്നു, ചെന്നിത്തല പറയുന്നു ഞങ്ങൾ നിയമം പാസ്സാക്കുമെന്ന്. അവർ കേന്ദ്രത്തിൽ അധികാരത്തിലില്ലല്ലോ. അപ്പോ ഇത് നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം സംസ്ഥാനത്തിനാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അക്കമിട്ട് പറയുകയല്ലേ? അപ്പൊ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെന്ന് അദ്ദേഹം തന്നെ പൊതുസമൂഹത്തിനോട് പറയുകയാണ്. കേവലം തുച്ഛമായ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, വോട്ടിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രചരണങ്ങൾ തെറ്റാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെയും ചെന്നിത്തലയുടെയും കോൺഗ്രസുകാരുടെയും ഇപ്പോഴത്തെ നിലപാട് അപഹാസ്യമാണ്. കാരണം ഒരു പോലീസ് സ്റ്റേഷന്റെ തിണ്ണയിൽ അല്ലെങ്കിൽ അതിന്റെ ഉമ്മറത്ത് പോയി ഇരുന്നതിന്റെ പേരിലെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനെതിരായിട്ട് കേസെടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം ഈ ആചാര സംരക്ഷണ സമരം നടന്ന സമയത്ത് ആയിരക്കണക്കിന് BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ പേരിൽ നൂറുകണക്കിന് കേസുകൾ, 800, 900, 1000 കേസുകൾ എടുത്ത സാഹചര്യമുണ്ട്. അപ്പൊ ആചാര സംരക്ഷണത്തിന്, വിശ്വാസ സംരക്ഷണത്തിന് ആരാണ് കേരളത്തിൽ മുന്നിട്ട് നിന്നിട്ടുള്ളത്? ആരാണ് അതിൽ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ചെന്നിത്തലയുടെ ഉഡായിപ്പ് കൊണ്ടൊന്നും ഈ കേരളത്തിലെ വിശ്വാസികളുടെ മനസ്സ് മാറ്റാൻ കഴിയില്ല. അവരുടെ ഇരട്ടത്താപ്പാണ് ഇപ്പൊ നിയമനിർമ്മാണം നടത്തും എന്ന് പറയുന്നത്. അന്ന് ഞങ്ങൾ പറഞ്ഞത് നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിനാണ്, അവർ ചെയ്യുക എന്നുള്ളതാണ്. നന്ദി ശ്രീ JR പത്മകുമാർ. താങ്കളുടെ പ്രതികരണത്തിന് സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് സർക്കാരിനെതിരെ ഉയർത്തിയ സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത് അടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു BJP ആയാലും UDF ആയാലും പ്രചാരണ വിഷയമാക്കി. എന്നാൽ ഇത്തവണ അവർ മുഖ്യ പ്രചാരണ വിഷയമാക്കി വിശ്വാസവും ശബരിമലയും എല്ലാം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ സ്വർണ്ണക്കടത്തായാലും ഡോളർ കടത്തായാലും ഇതൊന്നും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാവില്ല. ഈ വിശ്വാസ പ്രചാരണത്തിനിടയിൽ ഇതെല്ലാം മുങ്ങിപ്പോകും, അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ശ്രദ്ധേയമായ ഒരു കാര്യമാണത്. അതായത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 5 വർഷം ഭരിച്ച സർക്കാരിന്റെ വിലയിരുത്തലാവുക അല്ലെങ്കിൽ ഭരണവിവാദങ്ങൾ വലിയ ചർച്ചയാക്കുന്ന പ്രതിപക്ഷമാണ് നമ്മൾ പതിവായി കണ്ടുവന്നിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ തുടക്കം മുതൽ മറ്റു വിഷയങ്ങളിലേക്കാണ് പ്രതിപക്ഷ ക്യാമ്പ് പോയിരിക്കുന്നത്. അതിലൊന്ന് ഈ മുസ്ലിം വിരുദ്ധ പരാമർശം CPM നടത്തിയെന്ന ആരോപണമാണ്. അതുമായി ബന്ധപ്പെട്ട തുടർ വിവാദങ്ങളാണ്. ഈ കേരള യാത്രയുടെ ആദ്യ ദിനങ്ങളിലൊക്കെ വലിയ ചർച്ച അതുതന്നെയായിരുന്നു. പിന്നീടാണ് ശബരിമലയിലേക്ക് അത് വഴിമാറുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെ ശബരിമല വിഷയം ഏറ്റെടുക്കുന്നു. ഈ തരത്തിൽ ഉള്ള വിഷയ സാധ്യതകളിലേക്കാണ് UDFും മറ്റ് പ്രതിപക്ഷ കക്ഷികളും പോകുന്നത്. ഈ UDF ശബരിമല ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും BJPക്കും അതിന് മുകളിലുള്ള നിലപാടെടുക്കേണ്ടി വരുന്നു എന്നതാണ് രാഷ്ട്രീയ സാഹചര്യം. നേരത്തെ സൂചിപ്പിച്ച പോലെ, അതായത് നമ്മൾ പതിവ് ചർച്ചയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സർക്കാരിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് വിവാദം, ഡോളർ കടത്ത് വിവാദം, സ്പീക്കറുമായി ബന്ധപ്പെട്ട മറ്റു വിവാദങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ദിനങ്ങളിൽ ഒരു ചർച്ചയാവുന്നില്ല എന്നതാണ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യം. ശരി, സൈത്തിലേക്ക് മടങ്ങിയെത്താൻ എന്തായാലും വിശ്വാസ സംരക്ഷണം പ്രചാരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് UDF ആയാലും BJP ആയാലും. സൈത്തിലേക്ക് എത്താം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പാലക്കാട് മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ഒരു നടപടിക്കാണ് പുതിയ ഒരു നിയമത്തിന്റെ കരട് ഞങ്ങൾ ഇവിടെ അറിയിക്കുന്നത്. ഇത് UDFിൽ ചർച്ച ചെയ്യും. ചർച്ച ചെയ്ത ശേഷം അന്തിമമായ രൂപം നൽകുന്നതാണ്. രണ്ടാമതായി, ഇവിടെ അനധികൃത നിയമനങ്ങൾ ധാരാളം നടക്കുന്നു. അതിൽ എന്തുകൊണ്ടാണ് പാർട്ടി സഖാക്കളുടെ ബന്ധുക്കൾക്ക് ഈ നിയമനങ്ങളെല്ലാം ലഭിക്കുന്നത്? മുൻ MPമാരായിരുന്നവരുടെ ഭാര്യമാർക്ക് കിട്ടുന്ന നിയമനങ്ങളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് പാർട്ടി വ്യക്തമാക്കാത്തത്? ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് അവർക്ക് നിയമനം കിട്ടുന്നത് ബാധകമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിയമപരമായി ജോലിക്ക് അർഹതയുള്ളവരാണെങ്കിൽ അവർക്ക് ജോലി കിട്ടുന്നത് തെറ്റില്ല. ഞങ്ങൾ എതിർക്കുന്നത് അനധികൃതമായ നിലയിൽ
നിയമനങ്ങൾ നടത്തുന്നതിനെയാണ്. കാലിക്കറ്റ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പുമായി ബന്ധപ്പെട്ട വിവാദം റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ചതാണെന്ന് ആരോപണം ഉന്നയിച്ചത് ഇന്റർവ്യൂ ബോർഡിലെ 3 സബ്ജക്ട് എക്സ്പെർട്ടുകളാണ്. അവരാരും കോൺഗ്രസ്സുകാരോ കോൺഗ്രസ് അനുഭാവികളോ അല്ല, ഇടതുപക്ഷ അനുഭാവികളാണ്. സത്യം തുറന്നു പറയാൻ ധൈര്യം കാണിച്ച ആ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളെ തേജോവധം ചെയ്യുന്നത് ഈ സർക്കാരും പാർട്ടിയും എത്രമാത്രം ജീർണാവസ്ഥ നേരിടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മോഷണം കയ്യോടെ പിടിക്കുമ്പോൾ അത് കണ്ടുപിടിക്കുന്നയാളിനെ മോഷ്ടാവാക്കുന്ന ഒരു പരിപാടിയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. ഇവിടെ ഈ ഒരു ഉപജാപക സിദ്ധാന്തം കൊണ്ടുവന്നിരിക്കുന്നു. അത് വളരെ അവകാശ്യമായ ഒരു നിലപാടാണ്. 3 സബ്ജക്ട് എക്സ്പെർട്ടുകളും ചേർന്ന് സർവകലാശാല വൈസ് ചാൻസലർക്ക് നൽകിയ കത്ത് അന്ന് രാത്രി തന്നെ ഈ ഉദ്യോഗാർത്ഥിക്ക് അയച്ചു കൊടുത്തത് ഉപജാപത്തിനാണെന്നാണ് പറയപ്പെടുന്നത്. അവർ അതിൽ ജോലിയിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടിയായിരുന്നു എന്നുള്ള പുതിയ സിദ്ധാന്തം അവതരിപ്പിക്കുന്ന എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാകുന്നില്ല. അപ്പം നുണ പറയുമ്പോൾ അല്പം വിശ്വാസയോഗ്യമായിട്ട് പറയണം ആയിരുന്നു എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഏതായാലും ഇത്തരം നിയമനങ്ങൾ ഇതൊന്നല്ല, നിരവധിയായ നിയമനങ്ങൾ ഉന്നതന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇതേ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. മന്ത്രി ജയരാജനാണ് മാനുഷിക പരിഗണനയെ പറ്റി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് ഒരു മാനുഷിക പരിഗണനയും കൊടുക്കേണ്ടതായിട്ടില്ലേ? അപ്പോൾ ന്യായമായി ജോലി ലഭിക്കേണ്ട ആളുകളെ പോലും പിന്തള്ളിക്കൊണ്ട് പാർട്ടി അനുഭാവികൾക്ക് അനധികൃതമായ നിലയിൽ നടത്തുന്ന നിയമനങ്ങൾക്കെതിരായിട്ടാണ് ഞങ്ങളുടെ നിലപാട്. UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഈ അനധികൃത നിയമനങ്ങളെല്ലാം പുനഃപരിശോധിക്കും. മൂന്നാമതായി എനിക്ക് പറയുവാനുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിശ്വാസികളെ മാറ്റി നിർത്തി മുന്നോട്ട് പോകാനാവില്ല എന്ന CPM നേതാവ് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നു. അതാണ് പാർട്ടി നയമെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ശബരിമല കേസിൽ UDF ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് പിൻവലിച്ച് ഗവൺമെന്റ് നൽകിയ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിക്കാൻ ഗോവിന്ദൻ മാസ്റ്റർ മുൻകൈ എടുക്കുമോ? പാർട്ടി നിലപാടാണെങ്കിൽ പാർട്ടി മുൻകൈ എടുക്കുമോ? പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിധി വന്ന ശേഷം എല്ലാവരുമായി ചർച്ച ചെയ്യുക. അത് തന്നെ വിശ്വാസ സമൂഹത്തെ കബളിപ്പിക്കുകയാണ്. അന്ന് സുപ്രീം കോടതി വിധി വന്നപ്പോൾ സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. അന്ന് ഗവൺമെന്റ് അതിന് തയ്യാറായില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിലെ പുതിയ വിധി വന്നു കഴിഞ്ഞാൽ ചർച്ച ചെയ്യാം എന്ന് പറയുന്നത് കബളിപ്പിക്കലാണ്. വാസ്തവത്തിൽ പാർട്ടി നിലപാട് എന്താണ് എന്ന് ഗവൺമെന്റ് പാർട്ടിയും വ്യക്തമാക്കണം. ചെന്നിത്തല പാലക്കാട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ഇടവേള. മെല്ലെ ടെൻഷൻ അടിക്കണ്ട തോണി ഭായ്. 26 states, 1200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network.
16 channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. Sixteen channels, 15 languages, 26 states, 1,200 plus reporters, 66.9 crore viewers. India's largest news network, News 18 Network. മലപ്പുറം ജില്ലയിലെ സ്കൂളുകളിൽ അതീവ ജാഗ്രതയ്ക്ക് നിർദ്ദേശം. പൊന്നാനി, മാറഞ്ചേരി, വന്നേരി സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അടക്കം 250-ലധികം പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കൂടുതൽ വിദ്യാർത്ഥികളെ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആരോഗ്യവകുപ്പും അതീവ ജാഗ്രതയിലാണ്. വിദ്യാർത്ഥികളിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂടുതൽ പേർക്ക് പരിശോധന നടത്തിയത്. സാമ്പിൾ പരിശോധിച്ച 684-ൽ 184 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 148 വിദ്യാർത്ഥികൾക്കും 34 അധ്യാപകർക്കും. അധ്യാപികയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ച വന്നേരി സ്കൂളിലും കൂടുതൽ പേരിൽ രോഗബാധ കണ്ടെത്തി. 53 വിദ്യാർത്ഥികളിൽ 43 പേർക്കും 33 അധ്യാപകർക്കുമാണ് കോവിഡ് ഇവിടെ സ്ഥിരീകരിച്ചത്. വിദ്യാർത്ഥികളെല്ലാം 10ാം ക്ലാസ്സുകാരാണ്. എന്നാൽ കാര്യമായ രോഗലക്ഷണങ്ങൾ ആർക്കുമില്ല എന്നതാണ് ആശ്വാസകരം. മുഴുവൻ പേരോടും കർശനമായ നിരീക്ഷണത്തിൽ തുടരാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ഇപ്പോൾ ടെസ്റ്റ് നടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഹയർ സെക്കൻഡറിയിലും നടത്തേണ്ടതുണ്ട്. അതുപോലെ ഇത്തരം കുട്ടികൾ പുറത്തു പോയിട്ടുണ്ടാവാം, അവരെ ബന്ധുക്കളുണ്ടാവാം, അത്രക്കാരുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ട് അവരൊക്കെ നിരീക്ഷണത്തിൽ വെക്കുകയും പ്രൈമറി കോൺടാക്റ്റുകളുടെ ടെസ്റ്റ് നടത്തുകയും ചെയ്യേണ്ടതുണ്ട്. അത് അത്യാവശ്യമായിട്ട് ചെയ്യും. ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളിലും ഉടൻ പരിശോധന നടത്തും. ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലും അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. ന്യൂസ് 18 മലപ്പുറം. ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ മഞ്ഞുമലയിടിഞ്ഞുണ്ടായ മിന്നൽ പ്രളയത്തിൽ കാണാതായവർക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു. 10 മൃതദേഹമാണ് ഇന്നലെ കണ്ടെടുത്തത്. 15 പേരെ രക്ഷപ്പെടുത്തി. കേന്ദ്രമന്ത്രി രമേശ് പൊഖ്രിയാൽ ഇന്ന് ദുരന്ത മേഖലകൾ സന്ദർശിക്കും. ഋഷിഗംഗ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരും അളകനന്ദ ധൌലിഗംഗ നദിക്കരയിൽ താമസിച്ചിരുന്നവരുമാണ് അപകടത്തിൽപ്പെട്ടവരിൽ ഏറെ. വിവരങ്ങളുമായി KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, എങ്ങനെ പുരോഗമിക്കുന്നു ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം? കൂടുതൽ കേന്ദ്ര സംഘം അടക്കം കൂടുതൽ ആളുകൾ അങ്ങോട്ട് എത്തുന്നുണ്ടോ? എങ്ങനെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? രഞ്ജിനി, ഇന്നലെ രാവിലെയായിരുന്നു അപകടമുണ്ടായത്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഋഷിഗംഗ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട 2 ടണലുകളിലാണ് നിരവധി തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായുള്ള വിവരം. നേരത്തെ
ദുരന്ത നിവാരണ സേനയുടെ പ്രാഥമിക കണക്കുകൾ അനുസരിച്ച് 170ഓളം പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സൂചനകൾ ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 20-ൽ-അധികം ആളുകളെ രക്ഷപ്പെടുത്തിയ സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ 150 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 14 മൃതദേഹം കണ്ടെത്തി എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. 10 മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളൂ. പക്ഷേ കൂടുതൽ മൃതദേഹം കണ്ടെത്തി എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് അനൌദ്യോഗികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. ഇനി രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുർഘടമാണ്. പ്രത്യേകിച്ച് ഈ ടണലിൽ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവർ എത്രത്തോളം അവർക്ക് ബോധം നഷ്ടപ്പെടുവാനുള്ള സാധ്യത കൂടെ കണ്ടുകൊണ്ട് കൂടുതൽ വിദഗ്ധരായ ആളുകളെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്. പിൻവാതിൽ നിയമനത്തിന് ഒത്താശ ചെയ്തുവെന്ന് അവകാശപ്പെടുന്ന സരിത എസ് നായരുടെ ശബ്ദ സംഭാഷണം പുറത്ത്. ആരോഗ്യ കേരളം പദ്ധതിയിൽ ജോലി നൽകിയെന്ന് പറയുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണയുണ്ടെന്നും സരിതയുടേതെന്ന് കരുതുന്ന ശബ്ദ സംഭാഷണത്തിലുണ്ട്. പരാതിക്കാരുമായുള്ള ശബ്ദ സംഭാഷണമാണിത്. നമ്മളിത് പിൻവാതിലൂടെ ചെയ്യുന്നതാണ്. നമ്മളുടെ പെട്ട ആൾക്കാരല്ലെങ്കിൽ ഇത് PSC എഴുതി കയറുമല്ലോ. നമ്മളും ഒരുപാട് ക്ഷമ എടുക്കണം. ഞാനിപ്പോ 4 പേരെ ഇന്ന് ആരോഗ്യ കേരളം 3 മാസത്തിന്റെ പരിശ്രമത്തിന് ഒടുവിലാണ് ഞാൻ ആരോഗ്യ കേരളത്തിൽ അത് ചെയ്തത്. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഡെപ്യൂട്ട് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇൻഫ്ലുവൻസ്. ഇപ്പൊ ഒരാൾക്ക് ഒരു ജോലി കൊടുക്കുമ്പോൾ ആ ഫാമിലിയിലുള്ളവർ മൊത്തം ജോലി കൊടുത്ത പാർട്ടിക്ക് വേണ്ടി നിൽക്കും എന്നുള്ളതാണ് അവരുടെ ധാരണ. മനസ്സിലായി തുറന്നു പറയണം. അല്ലാതെ ഈ തുച്ഛമായ എമൗണ്ട് ആണ് ഇതിനു വേണ്ടിയിട്ട് അവർക്കും കൊടുക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കിക്കോണം. അപ്പൊ അങ്ങനെയുള്ള ഒരു വിഷയത്തിനകത്ത് ഒരു ഹ്യൂജ് വിഷയങ്ങളൊന്നും ഇല്ല. തന്നെയല്ല ഞാൻ പേയ്മെന്റ് ലാസ്റ്റേ വാങ്ങിക്കുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ എന്താന്ന് വെച്ചാൽ ബാക്കിയുള്ള ഒഫീഷ്യൽസിന് കൊടുക്കാനുള്ളത് മാത്രം കൊടുത്തേക്കാന്നുള്ളതാണ് എന്റെ ഒരു ക്രൈറ്റീരിയ. അല്ലാതെ നമ്മളിപ്പോ ഇതിനകത്ത് പോയി പൈസയുടെ വിഷയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല. ഇവരെ എങ്ങനെയെങ്കിലും ജോലിക്ക് ഇപ്പൊ ഇന്ന് ആരോഗ്യ കേരളത്തിലാണ് ഞാൻ പറഞ്ഞില്ലേ 4 പേരെ കൊണ്ടുവന്നു. അതിൽ 3 മാസം കൊണ്ടാണ് അവർക്ക് ഇത് ചെയ്തത്. അതെന്ന് വെച്ചാൽ ഓരോ സമയം നോക്കിയിട്ടാണ്. സരിതയുടേതെന്ന് കരുതുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. പിൻവാതിൽ നിയമത്തിന് സരിത ഒത്താശ ചെയ്തു എന്നാണ് ആരോപണം. രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണയുണ്ടെന്നും സരിതയുടേതെന്ന് കരുതുന്ന ശബ്ദ സംഭാഷണത്തിലുണ്ട്. ഇതിന്റെ വിശദാംശങ്ങളുമായി SS ശരണാണ് ചേരുന്നത്. ശരൺ, എങ്ങനെയാണ് ഈ ഓഡിയോ സന്ദേശത്തിന്റെ മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? എന്തൊക്കെയാണ് കൂടുതലായി അവിടെ പറയുന്നത്? രഞ്ജിനി, കേരളത്തിൽ പിൻവാതിൽ നിയമനം ശക്തമായി തന്നെ തുടരുന്നുണ്ടെന്ന ആക്ഷേപവും ഉയരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളുടെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് സരിത നായരുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ആരോഗ്യ കേരളം പദ്ധതിയിൽ 4 പേർക്ക് പിൻവാതിലിലൂടെ നിയമനം വാങ്ങി നൽകി എന്നുള്ളതാണ് സരിത വെളിപ്പെടുത്തിയിരിക്കുന്നത്. പരാതിക്കാരൻ അരുണുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ അവർ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിനെ രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യവും അവർ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഈ തട്ടിപ്പ്, അതായത് ഈ ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് നമുക്കറിയാം. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു കേസ് ഉള്ളത്. അതായത് KTDCയിലും ഒപ്പം തന്നെ ബെപ്കോയിലും ജോലി വാഗ്ദാനം ചെയ്ത് 16 ലക്ഷം രൂപ സരിത നായർ തട്ടിയെടുത്തു എന്നുള്ളതായിരുന്നു കേസ്. എന്നാൽ പരാതി നൽകിയിട്ടും സരിതയ്ക്കെതിരെ പോലീസ് നടപടി സ്വീകരിക്കാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് നിയമനം കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം കൂടി പുറത്തു വരുന്നത്. സരിത നായരുടേതെന്ന് കരുതുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും പിൻവാതിൽ നിയമനത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് സരിത നായർ ഒത്താശ ചെയ്യുന്നുവെന്നാണ് ആ ശബ്ദ സന്ദേശത്തിൽ നിന്നും നമ്മൾക്ക് വ്യക്തമാകുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് SS ശരൺ നൽകിയത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും www.news18.com.